എടാ ഒന്ന് കൊട്ടാതിരിക്കടാ, ഞാനൊന്ന് ജീൻസ് ഇട്ടോട്ടെ. എത്ര നേരം വിളിയാ ഒരു മനുഷ്യൻ ജീൻസ് ഇടുന്നേ? എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ ജീൻസ് ഷർട്ട് ഇടാതെ അങ്ങോട്ട് വരാം. അത് വേണ്ട, പക്ഷെ പെട്ടെന്ന് ആവട്ടെ, സമയമില്ല. 2 മിനിറ്റ് എന്റെ പൊന്നളിയെ പടം തുടങ്ങോളിയാ, പെട്ടെന്ന് വാ. ചേട്ടാ എന്തിനാ കാറി പൊളിക്കണേ? പാതിനൊക്കെ തലി പൊളിക്കോ? ഞാൻ അളിയനെ വിളിച്ചു. നിനക്കെന്തിനാ അളിയൻ? എനിക്ക് എന്റെ അളിയനെ വിളിച്ചൂടെ ചേട്ടാ? പോവാ. എവിടെ പോണു? അളിയൻ പറഞ്ഞില്ലായിരുന്നോ? അളിയൻ പറഞ്ഞില്ലായിരുന്നോ? അളിയനും പറഞ്ഞിട്ടില്ല. ഞങ്ങള് അപ്പുറം വരെ പോണ്. എപ്പുറം വരെ? ഇല്ല, ഒന്നുമില്ല. അപ്പുറത്തൊരു തിയേറ്റർ വരെ പോയിട്ടൊരു പടം കാണാന്ന് വിചാരിച്ചു. പടം കാണാൻ പോണാ? ഏത് പടം? നമ്മൾ ഇന്നലെ പറഞ്ഞ പടം. നമ്മൾ ഇന്നലെ പറഞ്ഞ പടം. ചേച്ചി, സംഭവം എന്താന്ന് വെച്ചാലേ, എന്റെ ഒരു ഫ്രണ്ട് 2 ടിക്കറ്റ് ബുക്ക് ചെയ്ത് പെട്ടെന്ന് അവന്റെ പരിപാടി ക്യാൻസൽ ആയി. അപ്പൊ അവൻ പറഞ്ഞ കേച്ചോടെ നീ പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ പിന്നെ ഞാനും അളിയനും വിചാരിച്ച് നമ്മളങ്ങ് പോവാ. നല്ല അളിയാ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, ഒരു ടിക്കറ്റ് എനിക്കും കൂടെ ബുക്ക് ചെയ്യും, ഞാനും വരാം. അതല്ലേ പ്രശ്നം, ഞാൻ ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കി, പക്ഷെ പടം ഹൗസ്ഫുള്ളാ. ചേച്ചി നല്ല പടമായോണ്ടോന്ന് തോന്നുന്നു പെട്ടെന്ന് ഹൗസ്ഫുള്ളായി. നമ്മൾ നോക്കിയതാ അല്ലേ? ഞാൻ നല്ല രീതിക്ക് നോക്കിയായിരുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഞാനും വരും. അങ്ങനെയാണ് ഞാനും വരും. എങ്ങോട്ട്? നിങ്ങൾ റെഡി അങ്ങോട്ട് പോകാൻ നിൽക്കണം. അങ്ങോട്ട് ഞങ്ങള് സിനിമയ്ക്കാ പോകുന്നത്. സിനിമയ്ക്കോ? എന്തോടെ എന്നെ കൂട്ടാതെ പോണ? ഞാനും വരണം. 2 ടിക്കറ്റേ ഉള്ളൂ. എന്നാ 2 ടിക്കറ്റ് കൂടെ എടുത്താ പോരെ? ഹൗസ്ഫുള്ള്. ഓ, സിദ്ധു വെച്ചായിരിക്കും പോണത്. ഞാനും സിദ്ധു. എന്റെ പൊന്നെ ചേച്ചി, ചേച്ചി ഒരുങ്ങി വരുമ്പോ തന്നെ രാത്രിയാവും. ഞങ്ങള് പോയിട്ട് വരാം. ഓ, അപ്പൊ കേശു സിദ്ധു ആണോ പോണത്? എന്നെ കൂട്ടാതെ നിങ്ങളൊക്കെ സിനിമയ്ക്ക് പോയത് തന്നെ. എന്തോന്ന് ചേച്ചി ഇത്? ഞാനും അളിയനും കൂടെ ടക്കനെ പോയിട്ട് ടക്കനെ ഇങ്ങ് വരാം. അല്ലാതെ 2 ടിക്കറ്റ് വേസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അല്ല, ടിക്കറ്റ് വേസ്റ്റ് ചെയ്യണ്ട. ആ ടിക്കറ്റ് ഇങ്ങ് തരാം. ഞാനും അമ്മയും പോയിട്ട് വരാം. ഞങ്ങൾ പോയിട്ട് വരാം. ഓ, അങ്ങനെ. ശരി ശരി, എന്നാ പിന്നെ നിങ്ങള് പോയിട്ട് വാ. അല്ലേ അളിയ? ടിക്കറ്റ് ആർക്കും കൊടുത്തേക്ക്. ടിക്കറ്റ് ഓടിക്കോ, ആർക്കും കൊടുത്തേക്ക്. ഓടിക്കോ. സിനിമയ്ക്ക് നീ ഇന്നലെ പറഞ്ഞ സിനിമ. എന്നാലും സിദ്ധു നിന്നെ കൊണ്ടുപോവാതെ പോയി കളഞ്ഞല്ലോ. കൊഴപ്പില്ല, നീ വിഷമിക്കണ്ട. നമുക്ക് നാളെ പോവാമേ. വിഷമോ? ആർക്ക് വിഷമോ? എന്ത് വിഷമോ? എനിക്ക് വിഷമൊന്നുമില്ല. വിഷമില്ലേ? ഇല്ല. ശരിക്കും വിഷമില്ലേ? ഇല്ല. ഈ കാണുന്നതാണ് എന്റെ വീട്. ഇത്രയും വലിയ വീടൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ഞാനും ഒറ്റയ്ക്കാ നിന്നെ പോലെ. വീട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടല്ലേ? നിന്റെ പേരെന്താ? അല്ലെങ്കിൽ വേണം, നിനക്ക് ഞാനൊരു പേരിടാം. പഞ്ച്. നീയാണ് എന്റെ പഞ്ച്. പേരിഷ്ടപ്പെട്ട? ഗുഡ് ബോയ്. പഞ്ച്. നിനക്ക് എന്റെ പേരെന്താന്നറിയോ? എന്റെ പേരാണ് ലച്ചു. ലക്ഷ്മി. നീ എന്നെ ലച്ചു എന്ന് വിളിച്ചാ മതി. പേരൊക്കെ ഭയങ്കര അടിപൊളി പേരാ. പക്ഷേ ഇല്ലേ, എന്റെ മനസ്സിൽ ഭയങ്കര സങ്കടമാണ്. നിന്റെ മനസ്സിലും ഭയങ്കര സങ്കടമാണെന്ന് എനിക്കറിയാം. ഒരു കാര്യം ചെയ്യാം, നിന്റെ സങ്കടങ്ങളൊക്കെ നീ എന്റെ അടുത്ത് പറ, എന്റെ സങ്കടങ്ങളൊക്കെ ഞാൻ നിന്റെ അടുത്ത് പറയാം. ഞാൻ പറയുമ്പോ തിരിച്ചൊന്നും പറയൊന്നും വേണ്ട, ചുമ്മാ കേട്ടിരുന്നാ മതി. നിനക്ക് ഞാൻ പറയുന്നൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ലച്ചു, നീ പാവെടുത്താണോ എന്റെ പഞ്ചിനെ തൊടരുത്. തൊട്ട നല്ല പഞ്ചരിഞ്ഞ്. പഞ്ച? ഇവനാണ് പഞ്ച്. ഇവനാണ് എന്റെ കുട്ടി, എന്റെ കുഞ്ഞാ. ഇത് പാറുവിന്റെ ഭാവയല്ലേ? പാറുവിന്റെ ഭാവയാ? ഒരു പാറുവിന്റെ ഭാവയല്ല. ഇതാണ് എന്റെ കുട്ടി പഞ്ച്. ഇവന് ഞാനും, എനിക്ക് ഇവന് മാത്രമേ ഉള്ളൂ. എന്റെ കിളി പോയാ? അമ്മായി,
ഈ ലോകത്തെ എല്ലാ മനുഷ്യന്മാരും ഒറ്റയ്ക്ക, ഞാനും ഒറ്റയ്ക്ക, ഈ പഞ്ചും ഒറ്റയ്ക്ക. എന്നിട്ടൊന്നുമില്ല. എടേ നീ വിഷമിക്കാതെ, അവര് നിന്നെ സിനിമയ്ക്ക് കൊണ്ടുപോയില്ല, അതല്ലേ നിന്റെ വിഷമം. നാളെ നമുക്ക് പോവാം. എനിക്ക് എവിടെയും പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ അവിടെ തന്നെ ഇരുന്നോളാം. എടേ നീ വിഷമിക്കാതെ. പഞ്ച്, ഇതാണ് ഗൗരി അമ്മായി. നമസ്കാരം. വലിയ മൈൻഡ് ഒന്നും കാണിക്കണ്ട, തിരിഞ്ഞിരുന്നോ. ഫ്രൂട്ട്സ്. നിനക്ക് ഫ്രൂട്ട്സ് വേണോ? ആ വേണം. അമ്മായിയുടെ അടുത്തല്ല, പഞ്ചിന്റെ അടുത്ത് ചോദിച്ചത്. ഫ്രൂട്ട്സ് വേണോ? കൈവക്ക്. ഗുഡ് ബോയ്. ആപ്പിള് വേണോ? ആപ്പിൾ ആണെങ്കിൽ കൈവക്കിക്കേ. ലിച്ചു, இந்த பாவை எங்க இருந்து கிடைச்சது? பாருவோடா? പാറുവിന്റെ അല്ല, എന്റെ ആണ്. പിന്നെ ഇത് പാവയല്ല, പഞ്ച്, അതാണ് ഇവന്റെ പേര്. சரி, கேசு சித்து சாப்பிட்டுட்டு வருவாங்களா எப்படி? എനിക്കറിയാൻ പാടില്ല, വേണമെങ്കിൽ വിളിച്ചു ചോദിക്കും. അന്തിനെ വിളിച്ചു ചോദിക്കുന്നേ? നിനക്കറിഞ്ഞൂടായോ? അവരുടെ കാര്യമൊന്നും എനിക്കറിയാൻ പാടില്ല. എന്റെ പൊന്നമ്മ, അവർ രണ്ടുപേരും കൂടെ സിനിമയ്ക്ക് പോയപ്പോ ഇവളെ കൊണ്ടുപോയില്ല, അതാണ് ഇത്ര കലിപ്പറ്റിക്കണം. അതെന്നെ ഇവളെ കൂട്ടാമ പോനാങ്ക? എന്റെ ചേച്ചി ആകപ്പാട് 2 ടിക്കറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇവിടെ അടുത്ത് പറഞ്ഞു നാളെ പോവാന്ന്. അത് വേറൊരു ടിക്കറ്റ് എടുത്താ പോരായിരുന്നോ? അമ്മ ഹൗസ്ഫുള്ള്. അതിന് മാത്രം വലിയ സിനിമയാണോ അത്? പഞ്ച്, ഇത് കണ്ടോ, ഇവിടെ ഇതേപോലത്തെ കൊറേ മനുഷ്യന്മാരുണ്ട്. ഇവരാരും നമ്മുടെ അല്ല, നമ്മളും ഇവരുടെ അല്ല. പഞ്ചിന് ക്ഷീണമായോ? കുറച്ചേരം നമുക്ക് ചാച്ചാം. പഞ്ചേ വാവോ പൊന്നു പഞ്ചേ വാവോ, നീലപ്പീലി കണ്ണും പൂട്ടി പഞ്ചേ വാവോ, പഞ്ചേ വാവോ. ഗൗരി, இந்த ലച്ചുക്ക് എന്നാച്ച്? ഒന്നുമില്ല ചേച്ചി, ചെറുതായിട്ട് കട്ടായതാ, കുറച്ച് കഴിയുമ്പോ ശരിയായിക്കോ. അല്ലെങ്കിൽ തന്നെ ഇവിടെ ആരാ കട്ടാവാത്തെ?